ആപ്പാനെയും ഉമ്മാനെയും മറന്നുകൂടാ. അവര് മരണപ്പെട്ടാലും മറന്നുകൂടാ, ജീവിച്ചിരിക്കുമ്പോഴും മറന്നുകൂടാ. ബാപ്പ ഉമ്മയുടെ പേരിൽ വലിയ ധർമ്മം ചെയ്യുന്ന മൂമിനീങ്ങൾ മൂമിനാത്തുകളില്ലേ, അവര് ബാപ്പ ഉമ്മയുടെ പൊരുത്തം കിട്ടുന്നവരാണ് കേട്ടോ. വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു അവന് മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ ഉടനെ ചേർത്ത് പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ്. ഇത് ഒരു സ്ഥലത്തല്ല കേട്ടോ, പരിശുദ്ധ ഖുർആനിൽ വേറെയും പല സ്ഥലത്തും ഇതുപോലെ കാണാം. വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിസ്കുർ ലീ വലിവാലിദൈക്. എനിക്ക് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയുന്നു മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. മാതാപിതാക്കളോട് നന്ദി കെട്ടവരാകരുത്. ഓ ചെറുപ്പക്കാരെ, നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയമാകുമ്പോ ബാപ്പ ഉമ്മക്ക് പ്രായമായി പോയി. നമ്മളൊരു കാലത്ത് സ്വന്തത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരായിരുന്നു. നമ്മളൊരു കാലത്ത് സ്വന്തത്തിൽ കുളിക്കാൻ കഴിയാത്തവരായിരുന്നു. സ്വന്തത്തിൽ ശൗച്യം ചെയ്യാൻ കഴിയാത്തവരായിരുന്നു. അന്ന് നമ്മൾ ഉമ്മയുടെ മടിയിലാണ് കാട്ടിച്ചു വെച്ചത്, ഉമ്മാന്റെ മടിയിലാണ് മൂത്രിച്ചു വെച്ചത്. അന്ന് ബാപ്പ ഉമ്മക്കൊരു മടുപ്പും തോന്നിയില്ല. സുബ്ഹാനല്ലാഹ്, രാവിലെ മുതലേ കഠിനാധ്വാനം ചെയ്തു നോമ്പിനയ്യുമ്മ. ആ നോമ്പ് കാലത്തൊന്നും കുടിച്ചിട്ടില്ല, ആ നോമ്പാണ്. അങ്ങനെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നോമ്പ് തുറക്കാൻ അതേ പലതും ചുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിലിടക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ആ കുഞ്ഞിനെ എടുത്ത് മുല കൊടുക്കുന്നുണ്ട്, കുഞ്ഞിനെ താരാട്ട് വേട്ടി കിടത്തി ഉറക്കുന്നുണ്ട്. അങ്ങനെ ആ ഉമ്മ അധ്വാനിച്ച് ഇടയ്ക്ക് നിസ്കാരവും നിർവഹിച്ചു, അതേ സുന്നത്തും നിസ്കരിച്ചു, അല്പം ഖുർആനോദി ദിക്റും ചൊല്ലി പഠിച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഉമ്മ അവസാനം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കാരക്ക എടുത്ത് നോമ്പ് തുറന്നു. അതിന് മുമ്പ് തന്നെ നിന്റെ ബാപ്പാക്കും അതേ വലിയ ആളുകൾക്കൊക്കെ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചു കൊടുത്തു. ഉമ്മ ബാങ്ക് കൊടുക്കുന്നത് കേട്ടപ്പോ ഒരു കാരക്ക എടുത്ത് നോമ്പ് തുറന്നു. അവര് ഭക്ഷണം കഴിക്കുന്നതിലിടക്ക് എന്റെ മഗ്രിബ് നിസ്കരിക്കാന്ന് തോന്നി. ആ ഉമ്മ പെട്ടെന്ന് മഗ്രിബ് നിസ്കരിച്ചിറങ്ങി. സുബ്ഹാനല്ലാഹ്, അവര് ഭക്ഷണം കഴിച്ച ബാക്കിയുള്ളത് എടുത്തുകൊണ്ട് വന്ന് നന്നായി വിശക്കുന്ന ഉമ്മ. എന്റെ യുവാക്കളെ, യുവതികളെ, ഉമ്മാനെ നിങ്ങൾ ഓർമ്മിക്കൂ. ആ ഉമ്മ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന് വെച്ച് കഴിക്കാൻ തുടങ്ങുമ്പോ കുഞ്ഞ് കരയുന്നു, കുട്ടി കരയുന്നു. ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ ഓടിപ്പോയി കുഞ്ഞിനെ വാരിയെടുത്തു. അതിങ്ങനെ എടുത്തുകൊണ്ടുവന്ന് മടിയിൽ വെച്ചു. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് തിന്നാൻ നോക്കുമ്പോ കുഞ്ഞ് ഉമ്മാന്റെ മടിയിൽ മുഴുവനും കാട്ടിച്ചു വെച്ചു, വിസർജിച്ച് വൃത്തികേടാക്കി പോയി. ഉമ്മാക്കിത് തിന്നാൻ പറ്റുന്നില്ല. ഉമ്മ എന്തു ചെയ്തു? ഉമ്മാക്ക് കുട്ടിയോട് മടുപ്പ് തോന്നിയോ? ഇല്ല. ഉമ്മ ഉടനെ തന്നെ മെല്ലെ ആ കൈയൊന്നങ്ങുരസിക്കളഞ്ഞു. എന്നിട്ട് ഈ കുട്ടിയെ കൂട്ടി ഇങ്ങോട്ടെടുത്തു. എന്നിട്ട് ഈ കുട്ടിയുടെ കവിളില് രണ്ടും ഉമ്മ കൊടുക്കുകയാണ്, ചുംബിക്കുകയാണ്. നീ എന്നെ പറ്റിച്ചെല്ലടാ. സന്തോഷത്തോടെ വെറുപ്പോടെയല്ല പറഞ്ഞത്. നന്നായി 2 ചുംബനം കൊടുത്തു. എന്നിട്ട് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി. ആ ഉമ്മാന്റെ ഭക്ഷണം അവിടുന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ. ആ ഉമ്മ ഈ കുട്ടിയെ വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിച്ച് എന്നിട്ട് പോയി കിടന്ന് മുല കൊടുത്ത് ഉറക്കി കഴിഞ്ഞതിന് ശേഷം തണിഞ്ഞ ചായ, തണിഞ്ഞ ഭക്ഷണം എടുത്തു കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ഉമ്മാനോട് എപ്പോഴാ കടപ്പാട് വീടുക ചെറുപ്പക്കാരെ? അതേ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മാത്രമല്ല, ഊണും ഉറക്കുപൊഴിച്ചിട്ട് ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് കൊതുവിന്റെ കടി കൊണ്ട് താമസിച്ച ബാപ്പയില്ലേ, നിനക്ക് രോഗമായപ്പോ ബാപ്പാക്കുറക്കം വന്നില്ല. മകന് രോഗം, മകളെ രോഗം, ബാപ്പ വിസയും ക്യാൻസലാക്കി വന്നു. സുബ്ഹാനല്ലാഹ്, എത്ര കാശ് ചെലവാക്കി. നിന്നെ പോറ്റിയ ബാപ്പയില്ലേ, ഉമ്മയില്ലേ,
എന്തെല്ലാം ശകാരം അവർ കേട്ടതാണ്, ഏതെല്ലാം ജയിലിൽ കിടന്നതാണ്. തെറ്റ് ചെയ്തിട്ടല്ല നിരപരാധിയാള്. മക്കളെ പോറ്റാനല്ലേ ഇങ്ങനെയൊക്കെ പോറ്റിയ ബാപ്പ ഉമ്മക്ക് പ്രായമെത്തുമ്പോ നിനക്ക് വല്ലാത്ത മടുപ്പ് വരുന്നുവല്ലേ. അല്ലാഹു പറയുന്നു, ഇമ്മായ ബിലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലഹുമാ. നിന്റെ അടുക്കൽ നിന്റെ ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ ഒരാള് അവർക്ക് പ്രായമാകുമ്പോ ഫലാ തഖുൽ ലഹുമാ ഉഫിൽ, അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരക്ഷരം മിണ്ടിപ്പോകരുതേ. അവരെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്ക് നീ പറഞ്ഞു പോകരുതേ. വലാ തൻഹറുഹുമാ, അവരെ നീ വിരട്ടല്ലേ. അതെ, ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ടാവൂല. ഓ, വിരട്ടുന്ന ശൈലി, ആ ശൈലി നീ ഉപയോഗിക്കല്ലേ. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഉമ്മ ബാപ്പയോട് വളരെ മാനമായ, ലളിതമായ, ലോലമായ വാക്ക് പറയൂ. അല്ലാഹ് പറയാണ്, നീ ലോലമായ വാക്ക് പറയൂ. സുബ്ഹാനല്ലാഹ്. നീ വളരുന്ന സമയത്ത് ഓട്ടോറിക്ഷ പോവുക. ഉമ്മാനോട് നീ ചോദിച്ചു, എന്താ അമ്മ? ഓട്ടോറിക്ഷ. പിന്നെയും ചോദിച്ചു, നീ എന്താ അത്? ഓട്ടോറിക്ഷ. പിന്നെയും ചോദിച്ചു, ഓട്ടോറിക്ഷ. 100 പ്രാവശ്യം പറഞ്ഞു, നിനക്ക് ഇത് പാടാകുന്നില്ല. അവസാനം ഓട്ടോറിക്ഷന്ന് പറഞ്ഞു. അല്ലേ? അങ്ങനത്തെ നീ ഉമ്മ സുഖമില്ലാതെ കിടക്കുമ്പോ അതിലെല്ലാം ഇങ്ങനെ JCB പോവാണ്. അപ്പൊ ഉമ്മ, എന്താ മോനെ? JCB. ഇപ്പൊ ഉമ്മാക്ക് കാത് വെക്കൂല, പണ്ടത്തെ പോലെ കേൾവില്ല. ഉമ്മ, എന്താ മോനെ? JCB. പിന്നെയും ചോദിച്ചു ഉമ്മ, എന്താ മോനെ? JCB. പിന്നെയും ചോദിച്ചു, എന്താ മോനെ? നിങ്ങൾ നിന്നായാലും നോക്കുന്ന നടക്കടന്നാ പോരെ. എടാ മനുഷ്യ, നിനക്ക് ഓട്ടോറിക്ഷന്റെ പേര് പഠിപ്പിച്ചതാരാ? JCBന്റെ പേര് പഠിപ്പിച്ചതാരാ? പോകട്ടെ, നിന്റെ മൂക്ക് എന്നുള്ള പേര് പഠിപ്പിച്ചതാരാ? നിന്റെ കണ്ണ് എന്നുള്ള പേര് പഠിപ്പിച്ചതാരാ? നിന്റെ കൈ അതാ പഠിപ്പിച്ചതാരാ? നിന്റെ കാല് അത് പഠിപ്പിച്ചതാരാ? മുഴുവൻ പഠിപ്പിച്ച ഉസ്താദല്ലേ അത്? ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി നീ അതാ കടുപ്പം കൂട്ടി സംസാരിച്ചു പോയി. ഈമാൻ കിട്ടി മരിക്കണോ? അതേ, ഹുമാ ജന്നത്തുക വനാറുക. നിന്റെ ബാപ്പയും ഉമ്മയും നിന്റെ സ്വർഗവും നരകവുമാണ്. സ്വർഗത്ത് കടക്കണോ? പൊരുത്തം വാങ്ങിക്കോ. നരകത്ത് കടക്കണോ? അവരോട് നീ ധിക്കാരം നടത്തിയാൽ, കടുപ്പത്തിൽ സംസാരിച്ചാൽ, മാന്യത പുലർത്താതെ പെരുമാറിയാൽ നരകമാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റിളർ റബ്ബി ഫീ റിളൽ വാലിദി. ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തിലാണ് റബ്ബിന്റെ പൊരുത്തം. ഓ സുഹൃത്തുക്കളെ, അല്ലാഹ് വീണ്ടും പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കണേ. നീ കണ്ടിട്ടുണ്ടോ കോഴികൾ ചിറകതാ ഉയർത്തിയിട്ട് കുട്ടികളെ ചിറകിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തി സംരക്ഷിക്കുന്നു സ്നേഹത്തോടെ? അതുപോലെ നിന്റെ ബാപ്പ ഉമ്മയെ നീ സ്നേഹത്തോടെ കാരുണ്യം ചെയ്ത് സംരക്ഷിച്ചോ. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുത്തോ. അല്ലാഹ് പഠിപ്പിക്കുകയാണ്. പിന്നെയോ, നീ അതാ പക്ഷികളെ കണ്ടിട്ടില്ലേ? അത് ചിറകി വിരിച്ചുകൊണ്ടാണ് അതാ വലിയ ജോറായിട്ട് പറന്നു പോകുന്നത്. എന്നാൽ ജോറ് കാണിക്കാതെ താഴ്മ കാണിച്ചുകൊണ്ട് പറക്കലൊക്കെ നിർത്തിയിട്ട് 2 ചിറകും ഒപ്പിച്ച് പിടിച്ച് കൂട്ടിപ്പിടിക്കുന്നത് കണ്ടില്ലേ? താഴ്മയുടെ രൂപമാണ്. അതുപോലെ നീ ഉമ്മ ബാപ്പാന്റെ മുന്നിൽ നിൽക്കുമ്പോ താഴ്മയോടെ നിന്നോ. സംസാരിക്കുമ്പോ താഴ്മയോടെ സംസാരിച്ചോ. ഇത് വേറെ ആരെ പോലെയുമല്ല, നിന്റെ മുതലാളിയെ പോലെയല്ല, നിന്റെ കഫീലിനെ പോലെയല്ല, അതേ വേറെ ഒരാളെ പോലെയുമല്ല.